അരിസ്റ്റോട്ടലിൻ്റെ തത്വചിന്തയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇന്നിവിടെ അവതരിപ്പിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് മറ്റ് ഭാഗങ്ങൾ അപ്രധാനമാണ് എന്ന അർത്ഥത്തിലല്ല, മറിച്ച് അരിസ്റ്റോട്ടലിനെ കുറിച്ച് ഒരു ദാർശനികൻ എന്ന രീതിയിൽ അവതരിപ്പിക്കുമ്പോൾ നിർബന്ധമായും പറഞ്ഞിരിക്കേണ്ട സത്താശാസ്ത്രപരവും ജ്ഞാനശാസ്ത്രപരവുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ നിഗമനങ്ങളെക്കുറിച്ചാണ്. സത്താശാസ്ത്രപരവും ജ്ഞാനശാസ്ത്രപരവുമായ നിഗമനങ്ങൾ യഥാർത്ഥത്തിൽ അരിസ്റ്റോട്ടലിന് മുമ്പ് ഉണ്ടായിരുന്ന പ്ലാറ്റോ ഉൾപ്പെടെയുള്ള ദാർശനികരിൽ നിന്ന് വിഭിന്നമായി അരിസ്റ്റോട്ടൽ പ്രതിപാദിക്കുന്നത് തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ്. കാരണം അരിസ്റ്റോട്ടൽ ഭൗതികവാദപരമായിട്ടുള്ള പല അന്വേഷണങ്ങളും താരതമ്യേന ഇന്നത്തെ കാലം അല്ലെങ്കിൽ ആധുനിക കാലം നിർവഹിക്കുന്ന രീതിയിൽ നടത്താൻ ശ്രമിച്ച ഒരു വ്യക്തിയാണ്. തീർച്ചയായും കാലം മുന്നോട്ട് പോകുമ്പോൾ പഠനങ്ങളും മുന്നോട്ട് പോകും, പഴയ പല വിജ്ഞാനങ്ങളും തിരുത്തപ്പെടും, പുതിയ വൈജ്ഞാനിക മേഖലകളിലേക്ക് കടക്കും. ഇന്നുവരെയുള്ള ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ അത് നമ്മുടെ അനുഭവത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് അരിസ്റ്റോട്ടൽ പ്ലാറ്റോയിൽ നിന്ന് വിഭിന്നമായി ഫിസിക്സിനെക്കുറിച്ചും മെറ്റാഫിസിക്സിനെക്കുറിച്ചും കാവ്യശാസ്ത്രത്തെക്കുറിച്ചും ഒക്കെ വേറെ വേറെ പ്രത്യേകം രചനകൾ തന്നെ നിർവഹിച്ചായി നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് സത്താശാസ്ത്രം എന്നുള്ളത്, ഓണ്ടോളജി എന്നുള്ളത് അരിസ്റ്റോട്ടലിൻ്റെ ഫിസിക്സിൻ്റെയും മെറ്റാഫിസിക്സിൻ്റെയും ഭാഗമായി നമുക്ക് ഇന്ന് ലഭ്യമാണ്. യഥാർത്ഥത്തിൽ അരിസ്റ്റോട്ടൽ മെറ്റാഫിസിക്സ് എന്ന് പ്രയോഗിച്ചത് കൊണ്ടല്ല, മറിച്ച് അരിസ്റ്റോട്ടലിൻ്റെ രചനകളൊക്കെ ആദ്യമായി എഡിറ്റ് ചെയ്ത വ്യക്തി അരിസ്റ്റോട്ടൽ അദ്ദേഹത്തിൻ്റെ രചനകൾ സൂക്ഷിച്ച ഒരു പ്രത്യേക ക്രമം ഉണ്ടായിരുന്നു. ആ ക്രമം ഫിസിക്സ് അല്ലെങ്കിൽ ഫിസിക്കലായ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന പ്രതിപാദിക്കുന്ന പുസ്തകത്തിന് ശേഷമാണ് രചനയ്ക്ക് ശേഷമാണ് യഥാർത്ഥത്തിൽ ഏതാനും എഴുത്തുകൾ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. അവയിൽ നിന്ന് ആ എഡിറ്റർ നൽകിയ പേരായിരുന്നു യഥാർത്ഥത്തിൽ മെറ്റാഫിസിക്സ് എന്നുള്ള നാമകരണം എന്നാണ് അരിസ്റ്റോട്ടലിൻ്റെ മേഖലയിൽ കൂടുതൽ പഠനങ്ങൾ നടത്തിയിട്ടുള്ള ഗവേഷകരായിട്ടുള്ള പഠിതാക്കളായിട്ടുള്ള ആളുകൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോഴേ നമ്മൾ അരിസ്റ്റോട്ടലിൻ്റെ മെറ്റാഫിസിക്സിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അരിസ്റ്റോട്ടലിൻ്റെ മെറ്റാഫിസിക്സും അരിസ്റ്റോട്ടലിൻ്റെ എപ്പിസ്റ്റമോളജിയും പരസ്പരം ബന്ധപ്പെട്ടതാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അരിസ്റ്റോട്ടലിൻ്റെ മെറ്റാഫിസിക്സ് അഥവാ അതിഭൗതിക ശാസ്ത്രപരമായിട്ടുള്ള സമീപനങ്ങൾ അരിസ്റ്റോട്ടലിൻ്റെ ജ്ഞാനസമ്പാദന ശാസ്ത്രപരമായിട്ടുള്ള സമീപനങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണ്. മെറ്റാഫിസിക്സ് പ്രതിപാദിക്കുന്നത് നമുക്ക് നേർക്ക് നേരെ വെരിഫിക്കേഷന് വിധേയമാക്കാൻ പറ്റാത്ത വസ്തുതകളാണ്. അങ്ങനെ
നേർക്ക് നേരെ വെരിഫിക്കേഷന് വിധേയമാക്കാൻ കഴിയാതിരുന്ന പല വസ്തുതകളും ഇന്ന് നമുക്ക് വെരിഫിക്കേഷന് വിധേയമാക്കാൻ കഴിയുന്നുണ്ട് എന്ന ഒരു യാഥാർത്ഥ്യം കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. അതേസമയത്ത് അന്നും ഇന്നും വെരിഫിക്കേഷന് വിധേയമാക്കാൻ കഴിയാത്ത വസ്തുതകൾ കൂടി നമ്മുടെ ചോദ്യങ്ങളുടെ ഭാഗമായി, അന്വേഷണങ്ങളുടെ ഭാഗമായി, അപഗ്രഥനങ്ങളുടെ ഭാഗമായി നിലനിൽക്കുന്നു എന്നതും ഒരു യാഥാർത്ഥ്യം. അതുകൊണ്ട് അരിസ്റ്റോട്ടിൽ അതിഭൗതികത്തിൽ ഉൾപ്പെടുത്തി പ്രതിപാദിക്കുന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിൽ അരിസ്റ്റോട്ടലിൻ്റെ ജ്ഞാനസമ്പാദന ശാസ്ത്രപരമായ അന്വേഷണങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതും പരസ്പരം കൂടിക്കുഴഞ്ഞ് അവതരിപ്പിക്കപ്പെടുന്നതുമാണ് എന്നുകൂടി കാണാൻ പറ്റും. ഇവിടെ യഥാർത്ഥത്തിൽ എപ്പിസ്റ്റമോളജി എന്ന് പറയുമ്പോൾ നമ്മുടെ അറിവിനെ സംബന്ധിക്കുന്ന ശാസ്ത്രമാണ്. അത് നമ്മൾ എങ്ങനെ അറിയുന്നു, എന്തിനറിയുന്നു, ഈ അറിയുന്ന കാര്യങ്ങളുടെ ശരിതെറ്റുകൾ എങ്ങനെ നിർണ്ണയിക്കപ്പെടുന്നു, ഒരു അറിവ് യഥാർത്ഥ അറിവാണോ അയഥാർത്ഥമായ അറിവാണോ എന്ന് എങ്ങനെ തിരിച്ചറിയും, നമ്മൾ കാണുന്ന കാഴ്ചകൾ, ആ കാഴ്ചകളുടെ അല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്ന കേൾവികൾ, ആ കേൾവിയിലെ കാഴ്ചയിലെ ഒക്കെ അനുഭവങ്ങൾ നമ്മൾ അറിവായി പരിവർത്തിപ്പിക്കുമ്പോൾ യഥാർത്ഥത്തിൽ എല്ലാവരും ഒരേ രീതിയിലല്ല ഒരേ കാര്യം പരിവർത്തിപ്പിക്കുന്നത്. നമ്മൾ ഒരേ സാധനം ഒരു മലയാളി കാണുന്നത് പോലെ ആയിരിക്കില്ല ഒരു ഉത്തരേന്ത്യയിലെ ഒരു മനുഷ്യൻ കാണുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരാഹാരം നമ്മൾ കാണുന്നതും അതേ ആഹാരം തന്നെ മറ്റൊരു ദേശക്കാരൻ കാണുന്നതും വിഭിന്നമായ രീതിയിലാണ്. വസ്തു എന്ന നിലയിൽ രണ്ടും ഒന്ന് തന്നെയാണ്. പക്ഷേ നമ്മൾ കാണുന്നത്, അല്ലെങ്കിൽ നമ്മൾ രുചിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ മണക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്നത് വ്യത്യസ്തമായിട്ടാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇപ്പം നമ്മൾക്ക് വളരെ സ്വീകാര്യമായ ചില ശബ്ദങ്ങൾ, ചില ഈണങ്ങൾ മറ്റു പലർക്കും അങ്ങനെ ആവണമെന്നില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. അതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് എന്താണ് ശരി, ഏതാണ് ശരി, ഏതാണ് തെറ്റ്, എങ്ങനെയാണ് നമ്മൾ അറിവുണ്ടാവുന്നത്, ഇത്തരം ചോദ്യങ്ങൾ ആ കാലത്ത് തന്നെ യഥാർത്ഥത്തിൽ ദാർശനികരിൽ നിന്ന് ഉയർന്നു വരികയും അരിസ്റ്റോട്ടിൽ ഇതിന് അദ്ദേഹത്തിൻ്റെതായ രീതിയിലുള്ള നിഗമനങ്ങൾ മുന്നോട്ട് വെക്കുകയും ചെയ്തു എന്ന് അദ്ദേഹത്തിൻ്റെ രചനകൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ അനുഭവം എന്ന് പറയുമ്പോൾ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമ്മൾ നേടുന്ന, നമുക്ക് കിട്ടുന്ന അനുഭവമാണ്. അപ്പോൾ ഈ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ലഭിക്കുന്ന അറിവ് എന്നുള്ളത് ഒരു വസ്തു തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ അത് മാർദ്ദവമുള്ളതാണോ അല്ലെങ്കിൽ കഠിനമായിട്ടുള്ളതാണോ, വെദർ ഇറ്റ് ഈസ് ഹാർഡ് ഓർ ഇറ്റ് ഈസ് സോഫ്റ്റ് എന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ സ്പർശത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന ഒരറിവാണ്. നമ്മൾ കേൾക്കുന്നത്, നമ്മൾ കാണുന്നത്. പക്ഷേ ഈ കാണുന്ന, കേൾക്കുന്ന, സ്പർശിക്കുന്ന, മണക്കുന്ന, രുചിക്കുന്ന ഈ കാര്യങ്ങൾ നമ്മൾ ഒരു അറിവായി മാറുന്ന ഒരു പ്രക്രിയ. ആ പ്രക്രിയയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് സംവാദങ്ങൾ നടക്കുന്നുണ്ട്, ദാർശനികർക്കിടയിൽ തന്നെ നടക്കുന്നുണ്ട്. കാൻറ്റിലേക്കൊക്കെ വരുമ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് കൂടുതൽ പ്രതിപാദിക്കേണ്ടി വരും. അപ്പോൾ അരിസ്റ്റോട്ടിൽ പറയുന്നത് ഈ സെൻസേഷൻ അല്ലെങ്കിൽ നമ്മുടെ സെൻസ് ഓർഗൻസിലൂടെയൊക്കെ നമ്മൾ ആർജിക്കുന്ന അനുഭവം എന്നുള്ളത് നമ്മളിൽ ഒരു കലയായി അല്ലെങ്കിൽ ഓർമ്മയായി
ഒക്കെ മാറുന്ന പ്രക്രിയയെക്കുറിച്ചാണ്. അപ്പോൾ നമ്മളിപ്പോൾ എന്നോ രുചിച്ച ഒരു വസ്തുവിൻ്റെ രുചി പിന്നീട് അത് എത്രയോ വർഷം കഴിഞ്ഞ് കാണുമ്പോഴും നമുക്ക് ഓർമ്മയുണ്ടാവും. നമ്മൾ സ്ഥിരമായി കാണാത്ത ഏതെങ്കിലും ഒരു ഫലം, ഫോർ ഇൻസ്റ്റൻസ് നമ്മൾ റെഗുലറായിട്ടൊന്നും കാണാത്ത എന്തെങ്കിലും ഒരു അപൂർവമായ ഒരു ഫ്രൂട്ട്, അത് നമ്മൾ ഒരു തവണ രുചിച്ച് പിന്നെ ഒരു 10 വർഷം കാണുമ്പോൾ കഴിഞ്ഞോ അല്ലെ 20 വർഷം അപ്പോൾ നമുക്ക് ആ രുചിയെക്കുറിച്ചുള്ള ഒരു ഓർമ്മ നമ്മളിൽ ഉണ്ടാവും. അതുപോലെ നമ്മൾ എന്നോ കേട്ട് മറന്ന ഒരു പാട്ട്, കുട്ടിക്കാലത്തൊക്കെ കേട്ടുള്ള പാട്ടുകളായിരിക്കും. പക്ഷേ ഇപ്പോഴ് നമ്മൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ അത് നമ്മൾ മെമ്മറൈസ് ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പോൾ നമ്മൾ മെമ്മറിയിൽ അത് എവിടെയോ ഉണ്ട്. ചിലപ്പോൾ നമുക്കതിൻ്റെ കൃത്യമായിട്ടുള്ള ആലാപനം ചെയ്ത വ്യക്തിയുടെ പേര് കിട്ടിയില്ലെങ്കിൽ പോലും ഇന്നയാളതാണോ എന്ന് ഊഹിച്ചെടുക്കാൻ നമ്മൾ ശ്രമിക്കും. നമ്മൾ വീണ്ടും വീണ്ടും കേട്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് കൃത്യമായിട്ട് ഇത് ഇന്നയാളതാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. അങ്ങനെ കേട്ടില്ലെങ്കിൽ നമ്മളത് റീകലക്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതുപോലെ നമ്മളിൽ ഈ ജ്ഞാനം, അറിവ് എന്നുള്ളത് നമ്മളിങ്ങനെ സാധാരണഗതിയിൽ കണ്ടും കേട്ടുമൊക്കെ ഉള്ള അറിവ് ശരിയായ അറിവ് എന്നതിലെ പ്രക്രിയയിലേക്ക് മാറുന്നതിനെക്കുറിച്ച് ആണ് അരിസ്റ്റോട്ടിൽ പ്രതിപാദിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ ഒരു പ്രധാനമായ അറിവ് ആയി അദ്ദേഹം കാണുന്നത് നമ്മുടെ ആർട്ടിസ്റ്റിക്കായിട്ടുള്ള അല്ലെങ്കിൽ കലാപരമായിട്ടുള്ള നമ്മുടെ ചോദനകളുമായി ബന്ധപ്പെടുന്ന അറിവാണ്. അതുപോലെ തന്നെ നമ്മുടെ സൈദ്ധാന്തികമായിട്ടുള്ള തിയററ്റിക്കലായിട്ടുള്ള അറിവ്, അത് വളരെ പ്രധാനമായി തന്നെയാണ് അരിസ്റ്റോട്ടിൽ കാണുന്നത്. സൈദ്ധാന്തികമായിട്ടുള്ള അറിവെന്ന്, സൈദ്ധാന്തികമായ അറിവിനും അപ്പുറത്താണ് അദ്ദേഹം ഫിലോസഫിക്കലായിട്ടുള്ള അറിവിനെ യഥാർത്ഥത്തിൽ സ്ഥാനപ്പെടുന്നത്. അപ്പോൾ നമ്മളുടെ ആർട്ടിസ്റ്റിക്കായിട്ടുള്ള അല്ലെങ്കിൽ കലാപരമായിട്ടുള്ള ഒരാളുടെ കഴിവ് എന്നുള്ളത് അദ്ദേഹത്തിന് അതിൻ്റെ ഒരു കഴിവ്, ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ടാവാം, അത് വാസന ഉണ്ടാവാം. പക്ഷേ ഈ വാസന യഥാർത്ഥത്തിൽ അത് ഈ വാസനയുള്ള ഒരാൾ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നും വരില്ല. അപ്പോൾ അതിനയാൾക്ക് പല കാര്യങ്ങളും പരിശീലിക്കേണ്ടി വരും. അതുപോലെ തന്നെയാണ് നമ്മൾ ഏത് കാര്യം നോക്കിക്കഴിഞ്ഞാലും നമ്മളെ പരിശീലനം, നമ്മളുടെ മെമ്മറൈസിങ് പവർ, അതുപോലെ തന്നെ ഇപ്പം പാട്ടൊക്കെ ധാരാളം പാട്ടുകൾ, ധാരാളം കവിതകൾ വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് ഓർത്ത് പാടുന്ന ആളുകളുണ്ട്. പക്ഷേ നല്ല വലിയ കവികളിൽ പലർക്കും അങ്ങനെ ഓർത്തെടുത്ത് തന്നെ പാടാൻ കഴിയണമെന്നില്ല. പലരും നോക്കി മാത്രം പാടുന്ന ആളുകളുണ്ട്. നല്ല പാട്ടുകാരൊക്കെ ആയിരിക്കും അവർ പക്ഷേ അവർക്ക് പലപ്പോഴും ഇത് ആ രീതിയിൽ മെമ്മറൈസ് ചെയ്യാൻ പറ്റണം. അപ്പോൾ അതിൽ അരിസ്റ്റോട്ടിൽ പലപ്പോഴും പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ നേച്ചറും നമ്മുടെ നർച്ചറും എന്നുള്ളതാണ്. നമുക്ക് പ്രകൃതിദത്തമായിട്ടുള്ള ഒരു കഴിവ് എന്നുള്ളത്, അത് ആ ഫിസിക്സ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് അത്തരം കാര്യങ്ങൾ കൂടുതൽ പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ ഈ നേച്ചുറലായിട്ടുള്ള പ്രകൃതിദത്തമായിട്ടുള്ള കഴിവ് എന്നുള്ളത്, ഇപ്പോൾ ഒരു വിത്ത് മുളച്ച് ചെടിയാവുന്നു എന്നുള്ളത് ഇറ്റ് ഈസ് എ നാച്ചുറൽ പ്രോസസ്സ്. അത് പ്രകൃതിയിൽ നിന്ന് സംഭവിക്കുന്നതാണ്. അതിന് ഓൺലി തിങ്, അതിന് ആവശ്യമായുള്ള കണ്ടീഷൻസ് വേണം. ഇഫ് കണ്ടീഷൻസ് ആർ സാറ്റിസ്ഫൈഡ് ഇറ്റ് വിൽ സ്പ്രൗട്ട്. അതാണല്ലോ അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. അപ്പം അതിൻ്റെ ആവശ്യമായ കണ്ടീഷൻസ് എന്ന് പറയുന്നത്, അതിന് വെള്ളം വേണം, അതിന് വായു വേണം, അതിന് ചിലപ്പോൾ മണ്ണ് വേണം. ഇങ്ങനെ ഓരോ വിത്തിൻ്റെയും സ്വഭാവം അനുസരിച്ച് അല്ലെങ്കിൽ ഓരോ കമ്പിൻ്റെയും സ്വഭാവം അനുസരിച്ച് സാഹചര്യങ്ങൾ ലഭ്യമാണെങ്കിൽ സ്വാഭാവികമായിട്ടും അത് പിന്നീട് മുളച്ചു വരും. അപ്പോഴവിടെ നമ്മുടെ അറിവ് എന്നുള്ള പ്രക്രിയ നമ്മളിൽ കൂടി ഈ ഉണ്ടാകുന്ന എല്ലാ അറിവും ശരിയാണോ തെറ്റാണോ എന്ന ചോദ്യത്തിലേക്ക് തീർച്ചയായും നയിക്കും. അതിലേക്ക് പോകുന്ന വഴിയിൽ അരിസ്റ്റോട്ടിൽ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം നമ്മളുടെ പദാർത്ഥവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. അതായത് നമ്മൾ ഈ എല്ലാം സംസാരിക്കുന്നതെല്ലാം തന്നെ സബ്സ്റ്റൻസ് അല്ലെങ്കിൽ പദാർത്ഥം അല്ലെങ്കിൽ വസ്തു അല്ലെങ്കിൽ സത്ത എന്നൊക്കെ പറയുന്ന ഒന്നിനെ കേന്ദ്രീകരിച്ചാണ്. അപ്പോൾ ഈ വസ്തു അല്ലെങ്കിൽ സബ്സ്റ്റൻസ് ഗ്രീക്ക് ഭാഷയിൽ ഔസ്യ എന്നാണ്, അത് ഇംഗ്ലീഷിൽ എഴുതിയ OUSIA, ഔസ്യ എന്നുള്ള പദമാണ് അരിസ്റ്റോട്ടിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ പദാർത്ഥം എന്നുള്ളത് അല്ലെങ്കിൽ ദ്രവ്യം എന്നുള്ളത് അല്ലെങ്കിൽ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ് എന്ന ഒരു ചോദ്യം അവിടെ അരിസ്റ്റോട്ടിൽ
അഭിമുഖീകരിക്കുകയാണ്. അവൻ പദാർത്ഥത്തെക്കുറിച്ച് ഉള്ള പ്രതിപാദനത്തിനിടയിൽ അരിസ്റ്റോട്ടിൽ എത്തിച്ചേരുന്ന ഒരു നിഗമനം, പദാർത്ഥം എന്നുള്ളത് എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ലോകം എന്നുള്ളത് ഇറ്റ് ഈസ് ഓൾവേസ് മൂവിങ് ആണ്, ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് യഥാർത്ഥത്തിൽ നശ്വരമായിട്ടുള്ള വസ്തുക്കളുണ്ട്, അനശ്വരമായിട്ടുള്ള വസ്തുക്കളുണ്ട്. നശ്വരമായിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ അതിൻ്റെ സ്വഭാവം മാറുക എന്നുള്ളത് തന്നെ അതിൻ്റെ ഒരു നാശമാണ്. ഇപ്പം പിന്നെ ഒരു നമ്മൾ പ്രകൃതിയിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കാണുന്ന കല്ലും പല രീതിയിലുള്ള പദാർത്ഥങ്ങൾ നോക്കി അതൊക്കെ രൂപം മാറി 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 പരിണാമ പ്രക്രിയയിൽ ഇങ്ങനെ ആണ് പല രീതിയിലുള്ള കല്ലുകൾ പല പ്രദേശത്തും ഉണ്ടാകുന്നു. അങ്ങനെ നമ്മൾ മണ്ണ് ആയിട്ടുള്ള നമ്മുടെ ഭൂമിയിൽ തന്നെ പരിവർത്തനങ്ങളെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ നിലയിൽ അതിങ്ങനെ സദാ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം മാറിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അവിടെ ആക്ച്വാലിറ്റി എന്നൊരു പ്രതിഭാസവും അതുപോലെ തന്നെ അതിൻ്റെ പരിവർത്തനം അല്ലെങ്കിൽ ചേഞ്ച് എന്നുള്ള നമ്മൾ സാധാരണ ഫിസിക്സിൽ ഇപ്പോൾ ആധുനിക ഫിസിക്സിൽ കൈനറ്റിക് എനർജി എന്ന് പറയുമല്ലോ, ചലന ഊർജം. അപ്പോൾ ഈ ചലന ഊർജം ആയി മാറുകയാണ് ചെയ്യുന്നത്. ചലിക്കുമ്പോഴാണ് ചലന ഊർജ്ജമായി മാറുന്നത്. അല്ലെങ്കിൽ അതൊരു പൊട്ടൻഷ്യലായിട്ട് ഉള്ള ഒരു എനർജി മാത്രമാണ്. അത് അതിൻ്റെ ഒരു പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് നമുക്ക് കണക്കാക്കാൻ പറ്റും. അങ്ങനെ കണക്കാക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിനെ നമ്മൾ ചലനോർജ്ജമായി പരിവർത്തിപ്പിക്കുന്നത്. നമ്മൾ ഇന്നത്തെ ആധുനിക ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ, നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ പല രീതിയിൽ നമുക്ക് കൺവെർട്ട് ചെയ്യാനും ഉപയോഗിക്കാനും ഒക്കെ കഴിയുന്ന ആ രീതിയിൽ അതിൻ്റെ ഉപയോഗത്തെക്കുറിച്ചുള്ള സിദ്ധാന്തം വികസിപ്പിക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ്. അപ്പോൾ ഈ ജ്ഞാനം എന്ന് പറയുന്നത് ഘട്ടം ഘട്ടമായി അങ്ങനെ വികസിച്ച് വരുന്നതാണ്. നമ്മൾ ഈ കരുതുന്ന പോലെ എല്ലാ സംഭവങ്ങളും നേരത്തെ ഇതേപടി ഉണ്ടായതല്ല എന്നുള്ളത് പോലെ തന്നെ പ്രകൃതിയിലുള്ള വസ്തുക്കൾ മാറ്റങ്ങൾക്ക് വിധേയമായി ഈ രീതിയിലേക്ക് പരിവർത്തിക്കപ്പെട്ടു എന്നുള്ളത് പോലെ തന്നെ ഈ നമ്മുടെ അറിവും യഥാർത്ഥത്തിൽ ഘട്ടം ഘട്ടമായി ഈ രീതിയിലേക്ക് മാറി 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 ഇന്നത്തെ ഒരു അവസ്ഥയിലേക്ക് വന്നതാണ്. അപ്പോൾ അവിടെ യഥാർത്ഥത്തിൽ നശ്വരമായ വസ്തുക്കളും അനശ്വരമായിട്ടുള്ള വസ്തുക്കളും ഉണ്ടോ എന്ന ഒരു ചോദ്യം സ്വാഭാവികമായിട്ട് ചോദിക്കാൻ വേണ്ടി വരികയാണ്. കാരണം നശിച്ചു പോകുന്നു, അപ്പം നാശത്തോടു കൂടി അത് മറ്റെന്തെങ്കിലും ആയി മാറുന്നു. ദാറ്റ് ഈസ് ക്വൈറ്റ് വിസിബിൾ. നമ്മൾ സാധാരണ കാണുന്ന നമ്മുടെ ദൃശ്യപരമായിട്ടുള്ള നമ്മുടെ അനുഭവത്തിൽ അല്ലെങ്കിൽ നമുക്ക് കൺമുൻപിൽ സംഭവിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് സംഗതികൾ മാറിക്കൊണ്ടിരിക്കുന്നു. അതേസമയത്ത് നശിക്കാത്ത എന്തെങ്കിലും ഉണ്ടോ? ഇനി നശിക്കുന്ന സാധനങ്ങൾക്ക് തന്നെ ഈ നാശത്തിലേക്ക്, ഈ ചലനത്തിലേക്ക് നയിക്കണമെങ്കിൽ ഈ ചലനത്തിന് ഒരു കാരണം വേണം, എന്തിനും ഒരു കാരണം വേണം. അപ്പോൾ അരിസ്റ്റോട്ടിൽ ഇങ്ങനെ കൂടുതൽ ഈ കാര്യങ്ങൾ ആലോചിച്ച് നോക്കുന്ന സമയത്ത് ഈ ലോകത്തെക്കുറിച്ച്, പ്രകൃതിയെക്കുറിച്ച്, പ്രകൃതിയിലുള്ള മാറ്റങ്ങളെക്കുറിച്ച്, സാമൂഹിക ജീവിതത്തെക്കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്നതിൻ്റെ ഭാഗമായി അദ്ദേഹം കാണുന്ന ഒരു പ്രത്യേകത അല്ലെങ്കിൽ അദ്ദേഹം എത്തിച്ചേർന്ന ഒരു പ്രത്യേക നിഗമനം എന്നുള്ളത് കോസേഷനെ സംബന്ധിക്കുന്നതാണ്, കാര്യകാരണ ബന്ധത്തെ സംബന്ധിക്കുന്നതാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം ആണെന്ന് നമുക്കറിയാലോ. ഇപ്പോൾ ഇന്ത്യയിൽ നമ്മൾ സാധാരണ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണല്ലോ ഈ കാര്യകാരണ സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ വളരെ പ്രബലമായിട്ടുള്ള വൈദിക ജ്ഞാന കേന്ദ്രിതമായിട്ടുള്ള അന്നത്തെ വ്യവസ്ഥയെ തന്നെ ബുദ്ധൻ ചോദ്യം ചെയ്യാൻ തുടങ്ങിയത് സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളത് സാധാരണ പറയുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് അംബേദ്കർ ബുദ്ധനാണ് യഥാർത്ഥത്തിൽ റവല്യൂഷൻ നടത്തിയത് എന്ന് പറയുന്നത്. ബുദ്ധൻ്റെ റവല്യൂഷൻ, വിപ്ലവം എന്ന് പറയുന്നത്. കാരണം ഒരു കാരണം ഉണ്ടെങ്കിലേ കാര്യം ഉണ്ടാവുള്ളൂ. ഒരാൾ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ, ഒരാൾ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ദാരിദ്ര്യം ഉണ്ടെങ്കിൽ, അങ്ങനെ എന്ത് കാര്യമായാലും, വെദർ ഇറ്റ് ഈസ് മെൻ്റൽ ഓർ ഇറ്റ് ഈസ് ഫിസിക്കൽ, വാട്ട് എവർ, നമ്മൾ മാനസികമായാലും ശരി അല്ലെങ്കിൽ ശാരീരികമായാലും ശരി, അതിനൊരു കാരണമുണ്ട്. അപ്പോൾ ഇത് അരിസ്റ്റോട്ടിൽ ഏതാണ്ട് 2400 കൊല്ലങ്ങൾക്ക് മുമ്പ്
ബുദ്ധന് മുമ്പ് ഗ്രീസിൽ ഈ കാര്യം തന്നെയാണ് മറ്റൊരു രീതിയിൽ പറയുന്നത്. കാരണവും കാര്യവും എന്നുള്ളത് വളരെ പ്രധാനമാണ്. എക്സ് നിഹിലോ നിഹിൽ ഫിറ്റ്, ഒന്നുമില്ലാതെ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ കാരണം എന്നുള്ളത്, ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു മേശ ഉണ്ടാവണമെങ്കിൽ അതിൻ്റെ മരം വേണം. ഇപ്പോൾ ഇവിടെ ഒരു മേശയുണ്ട്, ഇത് തേക്കിൻ്റെ മേശയാണ് ലുക്കിൽ കാണുമ്പോൾ. ഒരു പക്ഷേ തേക്കിനി ആയിരിക്കും, ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് നമുക്കറിയില്ല. പക്ഷേ ഇത് തേക്കിൻ്റെ മേശയാണെന്ന് തന്നെ കരുതുക. അപ്പോൾ തേക്കുണ്ടായാലേ തേക്കിൻ്റെ ഈ മേശ ഉണ്ടാവുള്ളൂ. അപ്പോൾ തേക്ക് മരം എന്നുള്ളത്, ടീക്ക് വുഡ് എന്നുള്ളത് ഇതിൻ്റെ ഒരു കാരണമായി തന്നെയാണ് അരിസ്റ്റോട്ടിൽ കാണുന്നത്. കാരണം ഈ ഒരു വസ്തു ഉണ്ടായത്, ഈ ഒരു വസ്തു നമുക്കിവിടെ നമ്മുടെ മുന്നിൽ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഉണ്ടായത്, അതിൻ്റെ ഒരു കോസ്, അതിൻ്റെ പ്രധാനപ്പെട്ട ആദ്യത്തെ ഒരു കോസ് എന്നുള്ളത് ഇതുണ്ടാക്കിയ മെറ്റീരിയൽ എന്താണോ അതാണ്. ഏത് പദാർത്ഥം കൊണ്ടാണോ ഇതുണ്ടാക്കിയത് അതാണ് ഇതിൻ്റെ ഒരു കോസ്. അപ്പോൾ അത് മെറ്റീരിയൽ കോസ് എന്നാണ് അരിസ്റ്റോട്ടിൽ അതിനെ പറയുന്നത്, പദാർത്ഥപരമായ കാരണം. ഈ പദാർത്ഥപരമായ കാരണം ഇല്ലാതെ ഇപ്പം നമ്മൾ ഒരു ശില്പം കാണുകയാണെങ്കിൽ ആ ശില്പം ഒരുപക്ഷെ ബ്രോൺസ് ഉണ്ടാക്കിയായിരിക്കും, അല്ലെങ്കിൽ ഗോൾഡും ഉണ്ടാവാം, അല്ലെങ്കിൽ കോപ്പറും ഉണ്ടാവാം. അപ്പോൾ അത് എന്തുകൊണ്ടാണോ ഉണ്ടാക്കിയത്, അത് കോപ്പർ ആണെങ്കിൽ കോപ്പർ ചെമ്പ് കൊണ്ടുണ്ടാക്കി, അല്ലെങ്കിൽ പിത്തള കൊണ്ടാണെങ്കിൽ പിത്തള കൊണ്ടുണ്ടാക്കി. അതതിൻ്റെ മെറ്റീരിയൽ കോസാണ്. അങ്ങനെ ഒരു മെറ്റീരിയൽ കോസ് എന്നുള്ളത്, അതിൻ്റെ ഒരു മെറ്റീരിയൽ വേണം എന്നുള്ളതാണ്. അത് ഈ കോസേഷൻ്റെ ലാംഗ്വേജിലേക്ക് പരാവർത്തനം ചെയ്തു മാത്രം. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു മെറ്റീരിയൽ കോസ് നമ്മൾ ഏത് കാര്യം നോക്കിക്കഴിഞ്ഞാലും അതിൻ്റെ മെറ്റീരിയൽ കോസ് നമുക്ക് കാണാൻ പറ്റും. ഇനി ഈ മെറ്റീരിയൽ കോസ് മാത്രമാണോ? അതല്ല, ഇതിന് ഒരു രൂപമുണ്ട്. ഈ മേശയ്ക്ക് ഒരു കൃത്യമായ രൂപമുണ്ട്. ഇത് ചതുരത്തിലാണ്, ഇതിന് 4 കാലുകളുണ്ട്, ഇതിന് ഒരു ഡ്രോയർ ഉണ്ട്. ഇതിൻ്റെ സെറ്റപ്പ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഫോം കാണുമ്പോൾ, ഇതിൻ്റെ രൂപം കാണുമ്പോൾ നമുക്കറിയാം ഇത് പഠിക്കാനുള്ള, വായിക്കാനുള്ള, വെച്ച് എഴുതാനുള്ള ഒരു മേശയാണ്. ഇതൊരു ഡൈനിങ് മേശയല്ല, ഭക്ഷണം കഴിക്കാൻ ഉപയോഗിക്കുന്ന ഒരു മേശയായിട്ടല്ല വിഭാവനം ചെയ്തിട്ടുള്ളത്. മറിച്ച് ഇത് പഠിക്കാനുള്ള, എഴുതാനുള്ള ആ രീതിയിലുള്ളൊരു മേശയാണ്. അപ്പം ഇറ്റ് മീൻസ് അതിനൊരു ഫോം വേണം. ഒരു മേശ ഉണ്ടാക്കുമ്പോൾ, ഒരു കസേര ഉണ്ടാക്കുമ്പോൾ, ഒരു സ്റ്റാച്യു ഉണ്ടാക്കുമ്പോൾ, ഇറ്റ് ഡിപ്പെൻസ്. അത് നമ്മൾ പല രൂപത്തിലും സ്റ്റാച്യു ഉണ്ടാക്കാം. അപ്പോൾ പക്ഷേ അതിൻ്റെ ഏത് രൂപത്തിനനുസരിച്ചാണോ ആ രൂപത്തിനനുസരിച്ചാണ് അത് നമ്മൾ വായിച്ചെടുക്കുന്നത്. അതിൻ്റെ രൂപത്തിൽ നിന്നാണ് ഇത് ദൈവങ്ങളാണോ, അല്ലെങ്കിൽ പിശാചുക്കളാണോ, അല്ലെങ്കിൽ പ്രകൃതിയാണോ, അങ്ങനെ, അല്ലെങ്കിൽ വെറും സാങ്കല്പികമായിട്ടുള്ള ഒരു കലാകാരൻ്റെ മറ്റൊരു ഭാവനയിൽ വിരിഞ്ഞിട്ടുള്ള ഒരു ശില്പമാണോ, ഇതൊക്കെ നമ്മൾ അതിൻ്റെ ഫോം നോക്കിയാണ് പറയുന്നത്. ഇറ്റ് ഡിപ്പെൻസ് അപ്പോൺ ദ ഫോം ഓഫ് ദി ഒബ്ജക്റ്റ്. നമ്മൾ ഏത് വസ്തുവിനെയാണോ കാണുന്നത് ആ വസ്തുവിൻ്റെ രൂപം, അതിനെ അരിസ്റ്റോട്ടിൽ ഫോർമൽ കോസ് എന്നാണ് പറയുന്നത്, രൂപപരമായ കാരണം. അപ്പോൾ ആ രൂപപരമായ കാരണം എന്നുള്ളത് ആണ് ഇതിനെ മേശയാക്കുന്നത്, മറ്റൊന്നിനെ കസേരയാക്കുന്നത്, ഇത് ഒരു മേശയെ ഡൈനിങ് ടേബിളാക്കുന്നത്, മറ്റൊരു മേശയെ സ്റ്റഡി ടേബിളാക്കുന്നത്, ഈ രീതിയിൽ. അപ്പോൾ അതിൻ്റെ രൂപം എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായാണ് അരിസ്റ്റോട്ടിൽ കാണുന്നത്. ഇങ്ങനെ സയൻറ്റിഫിക്കായി കാര്യങ്ങൾ പറയാനുള്ള ഒരു ശ്രമം, അതാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് അരിസ്റ്റോട്ടിൽ ആ കാലത്ത് തന്നെ ഇത്തരം കാര്യങ്ങളെ ശാസ്ത്രീയമായി പറയാനുള്ള ഒരു ശ്രമം അനലിറ്റിക്കായും അതേസമയത്ത് വസ്തുനിഷ്ഠമായും പറയാനുള്ള ഒരു ശ്രമം നടത്തുക. ഇന്നിപ്പോൾ അതേ ലാംഗ്വേജിൽ നമ്മൾ കാര്യങ്ങൾ കാണുകയോ പറയുകയോ ചെയ്യേണ്ടതില്ല. പക്ഷേ നമ്മുടെ നോളജിൻ്റെ തന്നെ, സിസ്റ്റത്തിൻ്റെ തന്നെ ഒരു വികാസ പരിണാമത്തിൽ ഇതൊക്കെ വഹിച്ച പങ്ക് വളരെ വലുതാണ് എന്ന് ഇതിൽ കാണാൻ പറ്റും. ഇനി ഈ ഫോമും ഈ പ്ലാവും മേശയുടെ ഒരു രൂപവും ആയാൽ മേശയാവില്ലല്ലോ. ഈ മേശ ഉണ്ടാക്കണമെങ്കിൽ ഒരാൾ വേണമല്ലോ, സംബഡി ഷുഡ് ബി ദെയർ. അല്ലെ, ഒരു കാർപ്പൻ്റർ ഇല്ലാതെ ഈ മേശയായി മാറില്ല. ഒരു ശില്പി ഇല്ലാതെ ഒരു ശില്പം നമ്മുടെ മുമ്പിൽ നമുക്ക് കാണാൻ, ലഭ്യമാക്കാൻ സാധിക്കില്ല. അപ്പോൾ ശില്പം ഉണ്ടാവണമെങ്കിൽ ശില്പി വേണം. അപ്പോൾ ഈ ശില്പി എന്നുള്ളത് അതും ഒരു കാരണമാണ്. കാരണം ഈ ശില്പം ഇതുപോലെ ഉണ്ടായി എന്നുള്ളതിൽ ശില്പിക്ക് വളരെ പ്രധാനപ്പെട്ട പങ്കുണ്ട്. ആ ശില്പിക്ക് പ്രധാനപ്പെട്ട പങ്കുണ്ടെന്നല്ല, നിർണായകമായ പങ്കുണ്ട്. അദ്ദേഹത്തിൻ്റെ
ഭാവനയും അദ്ദേഹത്തിൻ്റെ രൂപകൽപ്പനയും അദ്ദേഹത്തിൻ്റെ അധ്വാനവും ഒക്കെ ചേർന്നതാണ് ഈ ശില്പം അല്ലെങ്കിൽ ഈ മേശ അല്ലെങ്കിൽ മറ്റൊരു പ്രോഡക്റ്റ്, ഉൽപ്പന്നം, ഓബ്ജക്റ്റ് എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഈ ഈ മൂന്നാമത്തെ കാരണത്തെ അരിസ്റ്റോട്ടലിൽ വിളിക്കുന്നത് എഫിഷ്യൻറ്റ് കോസ് എന്നാണ്. നിമിത്ത കാരണം എന്ന് വേണമെങ്കിൽ നമുക്ക് മലയാളത്തിൽ പരിഭാഷപ്പെടുത്താം. അങ്ങനെ ഒരു ആളില്ലെങ്കിൽ, ഇവിടെ ഇപ്പം പ്ലാവൊക്കെ ഉണ്ട് അല്ലെങ്കിൽ തേക്കൊക്കെ ഉണ്ട്, പിന്നെ നല്ലൊരു മേശ ഉണ്ടാക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഇതിന് നിമിത്തമാവുന്ന, ഇതിന് ഇത് എഫക്റ്റിൽ കൊണ്ടുവരുന്ന, ഫലപ്രാപ്തിയിൽ എത്തിക്കുന്ന ഒരാൾ കൂടി വേണം. അയാൾ കൂടി ഉണ്ടെങ്കിലേ യഥാർത്ഥത്തിൽ ഇത് സാക്ഷാത്കരിക്കപ്പെടും. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ. അപ്പോൾ ഈ കാരണം എന്നുള്ള ഒറ്റൊരു ഘടകത്തിലാണ് ഇങ്ങനെ ഇദ്ദേഹം യാത്ര ചെയ്യുന്നത്. അത് കാരണം എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് എന്ത് കാരണം എന്ന് തോന്നാം. പക്ഷെ കാരണം എന്നുള്ള ഒരു ഫ്രെയിമിനകത്താണ് ഈ പറയുന്ന മെറ്റീരിയൽ കോസും ഫോർമൽ കോസും എഫിഷ്യൻ്റ് കോസും അദ്ദേഹം ഉൾപ്പെടുത്തുന്നത്. ഇനി ഈ മൂന്ന് കൊണ്ടും അരിസ്റ്റോട്ടിൽ തൃപ്തിപ്പെടുന്നില്ല. അരിസ്റ്റോട്ടിൽ പറയുന്നത് ഇതെല്ലാം ഉണ്ടായാലും പോരാ, ഇതിനൊരു ഫൈനൽ കോസ് കൂടി വേണം, ഇതിനൊരു ലക്ഷ്യകാരണം വേണം. കാരണം നമുക്കൊരു ലക്ഷ്യകാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു സാധനം ഉണ്ടാക്കുകയാണ്. നമ്മൾ വടകര മാഹി കനാൽ ഉണ്ടാക്കുക. അവൻ വടകര മാഹി കനാൽ ഉണ്ടാക്കുന്നത് ഞാനൊക്കെ കുട്ടിക്കാലത്ത് ഉണ്ടാക്കിയാണ്. ഇപ്പോഴും കഴിഞ്ഞ ദിവസം അതിൽ കടന്നു പോയതുകൊണ്ടാണ് ഞാനിപ്പം പെട്ടെന്ന് ഓർമ്മിക്കുക. അപ്പോൾ ഈ വടകര മാഹി കനാൽ ഉണ്ടാക്കുമ്പോൾ വലിയ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ അത് എവിടെ എത്താതെ പോയി എന്നുള്ളത് മറ്റൊരു കാര്യം. 50 കൊല്ലങ്ങൾക്ക് മുമ്പ് തുടങ്ങി വെച്ച പണിയാണ്, ഇന്നും പൂർത്തീകരിച്ചില്ല. നമ്മളെ പല പരിപാടികളും അങ്ങനെയാണ് എന്നുള്ള മറ്റൊരു യാഥാർത്ഥ്യം. ഞാനൊക്കെ ഓർക്കുന്നത് കുട്ടിക്കാലത്ത് എല്ലാം നടക്കുമ്പോൾ ഈ തെങ്ങുകളൊക്കെ മുറിച്ച് മാറ്റിയാണ്. കാരണം ഈ കനാൽ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഒരു 70-ന് മുമ്പുള്ള സംഭവമാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഇപ്പോഴും അത് യാഥാർത്ഥ്യമായി. അന്ന് പറഞ്ഞു കേട്ട കാര്യങ്ങൾ യാഥാർത്ഥ്യമാകാതെ അത് അങ്ങനെ കിടക്കുകയാണ്. അപ്പം ഈ കനാൽ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു ഫൈനൽ കോസ് ഫുൾഫിൽ ചെയ്തിട്ടില്ല. അതുകൊണ്ട് അത് വടകര മാഹി കനാൽ എന്ന് പറയാൻ പറ്റില്ല. വടകര മാഹി കനാലാണെന്ന് പോലും അവിടെ അതിൽ കടന്നു പോകുന്ന ആളുകൾക്ക് അറിയുന്നുണ്ടാവില്ല. എന്നെപ്പോലുള്ള പ്രായമൊക്കെ ഉള്ള കുറേ ആളുകൾക്ക് ആ കാലത്തൂടെ കടന്നു വന്ന് ആളുകൾ അപൂർവമായിട്ട് ഓർക്കുന്നുണ്ടാവും എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഫൈനൽ കോസ് എന്നുള്ള ഇതെന്തിനു വേണ്ടിയാണ് ഉണ്ടാക്കുന്നത്? ഈ മേശ പഠിക്കാൻ വേണ്ടിയാണോ, സ്റ്റഡി ടേബിളാണോ, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാനാണോ? അപ്പോൾ ഈ പർപ്പസ് എന്നുള്ളത്, ഇതിൻ്റെ ലക്ഷ്യം എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പോൾ ഈ ലക്ഷ്യം കൂടി കണ്ട് ആണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ശില്പി തന്നെ ശില്പി വലിയൊരു ആർട്ടിസ്റ്റ് ആയിരിക്കാം. പക്ഷേ ഈ വലിയ ആർട്ടിസ്റ്റ് ആണെങ്കിലും അദ്ദേഹം ഒരു വിദ്യാലയത്തിന് മുന്നിൽ ഉണ്ടാക്കുന്ന ശില്പവും ഒരു പൊതു സ്ഥലത്ത് മാനാഞ്ചിറ സ്ക്വയർ പോലുള്ള അല്ലെങ്കിൽ അതുപോലെ പബ്ലിക് ഒക്കെ എൻ്റർടൈനിങ് ആയിട്ട് ഒത്തുചേരുന്ന, അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റ്സിന് വേണ്ടി ഒത്തുചേരുന്ന, ടൈം പാസിന് വേണ്ടി ഒത്തുചേരുന്ന മറ്റ് സ്ഥലങ്ങളിലോ ഉണ്ടാക്കുന്ന പോലെ ആയിരിക്കില്ല ശില്പം ഉണ്ടാക്കുക. അയാൾക്ക് പല റേഞ്ചിലും ഉണ്ടാക്കാൻ കഴിയും. പക്ഷേ അങ്ങനെ ഉണ്ടാക്കാൻ കഴിയും പോലും അയാൾ ചെയ്യുന്നത് പലപ്പോഴും അതിൻ്റെ ഫൈനൽ കോസ് കൂടി ഇത് ആര് കാണാൻ വേണ്ടിയാണ്, ഇത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഏത് പർപ്പസിന് വേണ്ടിയാണ് എന്ന് നോക്കിയാണ്. അത് നമ്മൾ കാർപ്പൻ്റർ നമ്മൾ ടേബിളോ ചെയറോ ഉണ്ടാക്കുമ്പോൾ മാത്രമല്ല, നമ്മൾ എഴുതുന്ന ഏത് കാര്യങ്ങളായാലും ശരി, പിന്നെ കവിതയായാലും ശരി, കഥയായാലും ശരി, നമ്മൾ അങ്ങനെ അതിനൊരു സ്പോണ്ടൈനിറ്റി എന്നൊക്കെ പറയെങ്കിലും, സ്പോണ്ടൈനിറ്റി ഒക്കെ ടു സം എക്സ്റ്റെൻറ്റ് ഇറ്റ് ഈസ് ട്രൂ ഓൾസോ. പക്ഷേ ആ സ്പോണ്ടൈനിറ്റിയിൽ പോലും നമ്മളിത് ആര്, എങ്ങനെ, എന്തിന് വായിക്കപ്പെടണം എന്നുകൂടി എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം, അതുകൊണ്ടാണ് പലതും പ്രസിദ്ധീകരിക്കാതെ വെക്കുകയും മാറ്റി വെക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഒരു പെട്ടെന്നുള്ള ഒരു പ്രത്യേക വൈകാരികമായ അന്തരീക്ഷത്തിൽ പലതും എഴുതിയിട്ടുണ്ടാവും പലരും. അത് പക്ഷേ പലപ്പോഴും അത് മാറ്റി വെച്ചിട്ടുണ്ടാവും. പിന്നീട് മരണാനന്തരം പല എഴുത്തുകാരുടെയും എഴുത്തുകൾ കിട്ടിക്കഴിയുമ്പോൾ നമ്മളുടെ നേരത്തെയുള്ള എഴുത്തുമായിട്ട് വേണ്ടത്ര പൊരുത്തപ്പെടാത്ത നമുക്ക് കാണാൻ പറ്റും. അപ്പം ആ രീതിയിലൊക്കെയുള്ള ധാരാളം സംഭവങ്ങളുണ്ടാവും. അപ്പോൾ അത് ഞാൻ സൂചിപ്പിക്കുന്നത് ഈ ഫൈനൽ കോസ് എന്നുള്ളത് വളരെ നിർണായകമാണ് എന്ന്
അരിസ്റ്റോട്ടിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ 4 ഘടകങ്ങളും കൂടിയാലേ ഒരു വസ്തു ഉണ്ടാവും. അപ്പോൾ ഈ 4 കോസും ചേർന്ന് ഒരു കോസ് എന്നുള്ളത് യഥാർത്ഥത്തിൽ ഒരൊറ്റ കോസല്ല, പല ഘടകങ്ങൾ കൂടിയിട്ടുള്ള കോസാണ്. അതിനെപ്പോഴും ഒരു അസംസ്കൃത വസ്തു വേണം. അതിന് നമ്മൾ എന്താണോ ആകാൻ ഉദ്ദേശിക്കുന്നത് അത് ആ ഒരു രൂപം വേണം. അതിനെ അങ്ങനെ ആക്കുന്ന ഒരു നിമിത്തം അല്ലെങ്കിൽ ഒരു എനർജി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫോഴ്സ്, അതിൻ്റെ ഒരു ശക്തി, അതിൻ്റെ ഒരു അധ്വാനം, അതിൻ്റെ ഒരു പ്രക്രിയ, അതിന് ഒരു കാരണക്കാരനായി പ്രവർത്തിക്കുന്ന ഒരാൾ വേണം. അതിനൊക്കെ പുറമെ അയാളോ മറ്റുള്ളവരോ തീരുമാനിച്ചിട്ടുള്ള ഒരു ഫൈനലായിട്ടുള്ള ലക്ഷ്യം അതുകൂടി വേണം. അപ്പോൾ ഈ ലക്ഷ്യകാരണം കൂടി ചേരുമ്പോൾ മാത്രമാണ് കാരണം എന്ന പ്രക്രിയ പൂർത്തിയാക്കപ്പെടുന്നുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് അരിസ്റ്റോട്ടിൽ പറഞ്ഞു വരുന്നത് ഈ പ്രപഞ്ചത്തിൽ നാച്ചുറലായിട്ടുള്ള ഇപ്പോൾ നമ്മളിപ്പം പ്രകൃതിദത്തമായി കാണുന്ന ഒട്ടനവധി സംഭവങ്ങളുണ്ട്. അത് നമ്മൾക്ക് ഈ രീതിയിൽ തന്നെ വിശദീകരിക്കാൻ കഴിയില്ല. കാരണം എന്താ, ഈ പ്രകൃതിദത്തമായ കാര്യങ്ങൾ കൃത്യമായ ഒരു പർപ്പസിലാണ് ഓരോന്നും ഉണ്ടായതെന്നോ നിലനിൽക്കുന്നതെന്നോ നമുക്ക് പറയാൻ പറ്റില്ല. വളരെ പ്രകൃതിയിൽ ഇപ്പം പെട്ടെന്ന് വെള്ളപ്പൊക്കം ഉണ്ടായി, എന്തെങ്കിലും പ്രത്യേക ആവശ്യമുണ്ടോ? ഒരാവശ്യം ഉണ്ടായിട്ടില്ല. പക്ഷേ പ്രകൃതിയുടെ പല പ്രതിഭാസങ്ങൾ പോലെ ഒരു പ്രതിഭാസമായിട്ട് ധാരാളം മഴ പെയ്യുന്നു. ആ മഴവെള്ളത്തെ ഉൾക്കൊള്ളാം. ഇപ്പോൾ പുതിയ തലമുറയിൽപ്പെട്ട ആളുകളൊക്കെ വിചാരിക്കുന്നത് എന്തോ പുതിയ സംഭവമാണെന്നാണ്. ഞാൻ ഒക്കെ പഠിക്കാൻ സ്കൂളിൽ പോകുമ്പോൾ വെള്ളപ്പൊക്ക കാലത്ത്, മഴക്കാലത്ത് ഏതാനും ദിവസങ്ങൾ തോണി ആ പ്രദേശങ്ങളിൽ ഉള്ളത് ഒക്കെ എപ്പോഴും ഇതുണ്ടാവില്ലല്ലോ. പ്രകൃതിയിൽ ഉണ്ടാകുന്ന കാറ്റാസ്ട്രോഫിക് ആയിട്ടുള്ള ഫെനോമിനൻ എന്ന് പറയുന്നത് എപ്പോഴെങ്കിലും ഉണ്ടാവുന്നത് തന്നെയാണ്. അപ്പോൾ വലിയ വെള്ളപ്പൊക്കം പല ഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്, ചെറിയ വെള്ളപ്പൊക്കം പല ഘട്ടങ്ങളിലും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതുപോലെ പ്രകൃതിയിലുണ്ടാകുന്ന പല പ്രതിഭാസങ്ങളും വളരെ അതിൽ യാദൃച്ഛികതകൾ, അത് വേറെ ഒരു വിഷയമാണ്. അത് വേറെ തന്നെ ഡിസ്കസ് ചെയ്യപ്പെടേണ്ട ഇഷ്യൂ ആണ്. പക്ഷേ അരിസ്റ്റോട്ടിലും ഈ യഥാർത്ഥത്തിൽ ഈ യാദൃച്ഛികതയെക്കുറിച്ചും അനിവാര്യതയെക്കുറിച്ചും ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പ്രകൃതിയിലുള്ള എല്ലാ പ്രതിഭാസത്തെക്കുറിച്ചും ഈ രീതിയിൽ കോസേഷൻ്റെ മാനങ്ങൾ വെച്ച് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ എങ്കിലും ഈ പ്രകൃതി എന്ന് പറയുന്ന പ്രതിഭാസം അല്ലെങ്കിൽ ഈ സദാ ചലിച്ചുകൊണ്ടിരിക്കുന്ന, മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഈ പ്രതിഭാസം ഇങ്ങനെ വരണമെങ്കിൽ എല്ലാ ചലനങ്ങൾക്കും അരിസ്റ്റോട്ടിൽ കാണുന്ന അവിടെയാണ്. ഈ മൂവ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരു മൂവ്മെൻ്റാണ് മറ്റൊന്നിനെ മൂവ് ചെയ്യിക്കുന്നത്. അപ്പം ഓരോ ചലനത്തിന് പിന്നിലും മറ്റൊരു ചലനമുണ്ട്. നമ്മളിപ്പം ചലിക്കണമെങ്കിൽ നമുക്ക് മറ്റൊരു ചലനം അനിവാര്യമായി മാറുകയാണ്. അപ്പോൾ എൻ്റെ കൈ ഈ രീതിയിൽ അല്ലെങ്കിൽ പ്രത്യേക രീതിയിൽ ചലിക്കണമെങ്കിൽ അതിനൊരു കമാൻഡ് കിട്ടണം. ആ കമാൻഡ് എന്നുള്ളത് എൻ്റെ ബ്രെയിനിൽ നിന്ന് വരണം. എൻ്റെ കൈ മാത്രം വിചാരിച്ചാൽ നടക്കുന്നതല്ല. കൈക്കൊപ്പം എൻ്റെ തലയും പ്രവർത്തിച്ച് വേണം ഞാൻ കൈ എങ്ങനെ ചലിപ്പിക്കണം, എവിടേക്ക് ചലിപ്പിക്കണം, ഏത് രീതിയിൽ ചലിപ്പിക്കണം, എൻ്റെ കൈ വീശുമ്പോൾ എത്രമാത്രം വീശാം, അടുത്ത ആളുടെ മൂക്കിൽ തട്ടാൻ പാടില്ല, അത് അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യത്തിലുള്ള കടന്നുകയറ്റമാണ് എന്നത് ഒക്കെ എൻ്റെ ഈ ഓരോ പ്രവർത്തനത്തിലും ഞാൻ അറിഞ്ഞും അറിയാതെയും നിർദ്ദേശങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ആലോചിക്കുമ്പോൾ അരിസ്റ്റോട്ടിലിനെ സംബന്ധിച്ചിടത്തോളം ഇതിനൊക്കെ തന്നെ ഒരു പ്രൈം മൂവർ വേണം. നമ്മൾ കാരണഭൂതൻ എന്നൊക്കെ പറയുന്നത് പോലെ ഒരു ഇതിനൊക്കെ കാരണമായിത്തീരുന്ന, ഇതിനെയൊക്കെ പ്രചോദിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഇതിനെയൊക്കെ ഈ ചലനങ്ങൾക്കൊക്കെ ആദിയിലുള്ള അല്ലെങ്കിൽ പ്രാഥമികമായിട്ടുള്ള ഒരു ചലനം, ഈ പ്രൈം മൂവർ എന്നുള്ള ഒരു കോൺസെപ്റ്റ് അരിസ്റ്റോട്ടിൽ അവതരിപ്പിക്കുന്നത്. അത് അൺമൂവ്ഡ്, എല്ലാ വസ്തുക്കളും മൂവിങ് ആണ്, സദാ ചലിച്ചുകൊണ്ടിരിക്കുന്നതാണ് എന്ന് പറയുന്ന അതേ അരിസ്റ്റോട്ടിൽ തന്നെ ഒരു അൺമൂവ്ഡ് മൂവർ, ചലിക്കാത്ത ഒരു ചലനം, അത് നിശ്ചലമാണ്, പക്ഷേ അതാണ് മൂവ് ചെയ്യിക്കുന്നത്, മറ്റുള്ളതിനെ മൂവ് ചെയ്യിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ
ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആള് അവിടെ ഇരിക്കുന്നു, വേറെ ഒന്നും ചെയ്യുന്നില്ല. അയാൾ യൂണിഫോമൊക്കെ ഇട്ട് അയാൾ വലിയ കമാൻഡറാണ് എന്ന് പറഞ്ഞ് ഒരു സ്ഥലത്ത് ഇരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ഒന്നും ചെയ്യുന്നില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ഈ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കമാൻഡ് മാത്രം മതി. അയാൾ സ്വയം മറ്റൊരു ചലനവും നടത്തില്ല. ജസ്റ്റ് അയാൾ കൊടുത്തിട്ടുള്ള, അപ്പോഴും അവിടെ ഒരു ചോദ്യം ഉത്ഭവിക്കുന്നുണ്ട്. ഇത് നോർമലി നമ്മൾ ഈ ഡാറ്റ ഒക്കെ നമ്മൾ നേരത്തെ തന്നെ ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് അതുപോലെ പ്രവർത്തിച്ചുള്ളൂ. അപ്പോൾ അങ്ങനെ ആണോ എന്ന ഒരു ചോദ്യം ഇന്നത്തെ രീതിയിൽ ചോദിക്കുകയാണെങ്കിൽ ഒരുപാട് ചോദ്യങ്ങൾ, ഒരുപാട് കൗണ്ടർ ആർഗ്യുമെൻറ്റ്സ് ഈ കാര്യത്തിൽ ചോദിക്കാൻ പറ്റും. പക്ഷേ യഥാർത്ഥത്തിൽ ഈ പ്രൈം മൂവർ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു പരികൽപ്പനയായി അരിസ്റ്റോട്ടിൽ മുന്നോട്ട് വയ്ക്കുകയാണ്. ഇത് പിൽക്കാലത്ത് വലിയ തർക്കങ്ങളും ചോദ്യങ്ങളും ഒക്കെ ഉയർന്നു വന്നിട്ടുള്ള ഒരു പ്രശ്നവും അതുതന്നെയാണ്. അപ്പോൾ അവിടെ ഈ ദ്രവ്യപരമായിട്ടുള്ള അല്ലെങ്കിൽ പ്രകൃതിയിൽ നമ്മൾ കാണുന്ന നശ്വരവും അനശ്വരവുമായിട്ടുള്ള എല്ലാ പ്രതിഭാസങ്ങളെയും ചലനത്തിന് ഒരു കാരണം വേണമെന്ന അർത്ഥത്തിൽ അവിടെയാണ് ഈ എക്സ് നിഹിലോ നിഹിൽ ഫിറ്റ് അല്ലെങ്കിൽ ഔട്ട് ഓഫ് നത്തിങ് നത്തിങ് കംസ് എന്നുള്ള അരിസ്റ്റോട്ടലിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം വരുന്നത്. അപ്പം ഒന്നും ഇല്ലായ്മയിൽ നമുക്ക് പാലുണ്ടെങ്കിൽ മോരാക്കാൻ പറ്റും, തൈരാക്കാൻ പറ്റും എന്നതുപോലെ എന്തെങ്കിലും ഒന്നുണ്ടെങ്കിലേ അതിൽ നിന്നെല്ലാം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഈ ഉണ്ടായിരുന്ന ദ്രവ്യം അല്ലെങ്കിൽ ഉണ്ടായിരുന്ന ഒരു സബ്സ്റ്റൻസ് എന്നുള്ളത് അത് ചലന രഹിതമാണ്. അതേസമയം മറ്റുള്ളവയെ ചലിപ്പിക്കാൻ ശക്തി ഉള്ളതുമാണ് എന്നുള്ളതാണ്. ഇത് സാംഖ്യയോഗത്തിലെ പുരുഷപ്രകൃതി എന്നൊക്കെ പറയുന്ന മാതിരിയുള്ള ഒരു പരികൽപ്പനയാണ്. കാരണം പ്രകൃതിയിലുള്ള ഈ പരിണാമങ്ങൾക്കൊക്കെ, ചലനങ്ങൾക്കൊക്കെ, മാറ്റങ്ങൾക്കൊക്കെ പുരുഷ സാന്നിധ്യം എന്നുള്ളത് സാംഖ്യ ദർശനത്തിൽ പ്രതിപാദിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആ രീതിയിലുള്ള ഏതാണ്ട് സമാനമായിട്ടുള്ള ഒരു നിരീക്ഷണം അല്ലെങ്കിൽ ഒരു കാഴ്ചപ്പാടാണ് അരിസ്റ്റോട്ടിൽ മുന്നോട്ട് വെക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ അൺമൂവ്ഡ് മൂവർ എന്നുള്ളത് യഥാർത്ഥത്തിൽ ഈ അരിസ്റ്റോട്ടലിൻ്റെ തത്വചിന്തയിലുള്ള പിൽക്കാലത്ത് ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള പലപ്പോഴും ചോദ്യം ചെയ്യപ്പെട്ടുള്ള ഒരു പരികൽപ്പനയാണ്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് വിശദാംശങ്ങൾ പിന്നീടുള്ള ദാർശനികരുമായി, പ്രത്യേകിച്ച് ഡെക്കാർട്ട് ഉൾപ്പെടെയുള്ള ദാർശനികരുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അതിൽ കടന്നു വരുമെന്നുള്ളതുകൊണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഈ സന്ദർഭത്തിൽ ഞാൻ പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അരിസ്റ്റോട്ടിൽ നമ്മുടെ അറിവിനെ അല്ലെങ്കിൽ അറിവ് സംബന്ധമായ ശാസ്ത്രം എന്ന് പറയുന്ന ജ്ഞാനസമ്പാദന ശാസ്ത്രത്തെ നമ്മുടെ സത്താശാസ്ത്രം എന്ന് നമ്മൾ പറയുന്ന ഉണ്മയുമായി ബന്ധപ്പെട്ടിട്ടുള്ള, നിലനിൽപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശാസ്ത്രം അല്ലെങ്കിൽ ഓണ്ടോളജിയുമായി ചേർത്ത് നമ്മുടെ കാഴ്ചപ്പാടിനെ ഒരു പരിധിവരെ ബോധ്യപ്പെടുത്താനുള്ള ഒരു ശ്രമം നടത്തിയതായി നമുക്ക് കാണാൻ പറ്റും. കാരണം നമ്മളിപ്പോൾ ഒരു കാര്യം പറഞ്ഞു പോകുമ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ആർജിക്കുന്നതെന്നും അത് ആർജിക്കുന്ന അവസ്ഥയിൽ നിന്നാണ് ഈ തർക്കങ്ങൾ ഉണ്ടാകുന്നതെന്നും ഈ തർക്കങ്ങളെല്ലാം ഉണ്ടാവണമെങ്കിൽ യഥാർത്ഥത്തിൽ ഇതൊക്കെ ഈ രീതിയിൽ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് അരിസ്റ്റോട്ടലിൻ്റെ സത്താശാസ്ത്രപരമായിട്ടുള്ള സമീപനവും ജ്ഞാന സമ്പാദനപരമായ ശാസ്ത്രവും ഒരു തരത്തിൽ കോസേഷനുമായി ബന്ധപ്പെടുന്ന കാര്യകാരണവുമായി ബന്ധപ്പെടുത്തി ലോകത്തെ, പ്രകൃതിയെ, സംസ്കാരത്തെ, സമൂഹത്തെ വിവരിക്കാനുള്ള ഒരു ശ്രമമായിരുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഇതിലെവിടെയൊക്കെ അദ്ദേഹത്തിന് വിള്ളലുകൾ സംഭവിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അപാകതകളും അപര്യാപ്തതകളും ഉണ്ടായിട്ടുണ്ടോ, അതൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ സിദ്ധാന്തത്തിലും നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തീർച്ചയായും അരിസ്റ്റോട്ടലിൻ്റെ രാഷ്ട്രീയ സിദ്ധാന്തം എന്നുള്ളത്, പൊളിറ്റിക്കൽ ഫിലോസഫി എന്നുള്ളത്
വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള അവതരണങ്ങൾ അടുത്ത അധ്യായത്തിൽ നടത്താമെന്നാണ് കരുതുന്നത്. കാരണം അരിസ്റ്റോട്ടലിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ഒരു തുടർച്ച ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജ്ഞാനസമ്പാദന ശാസ്ത്രവും സത്താശാസ്ത്രവും എന്നപോലെ അദ്ദേഹത്തിൻ്റെ ഈ മൃഗങ്ങളുമായി ബന്ധപ്പെടുന്ന ചെടികളുമായി ബന്ധപ്പെടുന്ന പഠനങ്ങളും ഭരണഘടനാപരമായിട്ടുള്ള നിഗമനങ്ങളിൽ എത്താൻ അദ്ദേഹം സ്വീകരിച്ച രീതിശാസ്ത്രവും ഒക്കെ പരസ്പരം ഇങ്ങനെ ഇഴചേർന്ന് പോകുന്നതായിട്ട് പറയാൻ പറ്റും. അത് നമ്മൾ കൺക്ലൂഡിങ് ആയിട്ടുള്ള ഭാഗത്ത് ഇതെല്ലാം എങ്ങനെ പരസ്പര ബന്ധിതമാകുന്നു എന്നുകൂടി പറയാമെന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് തീർച്ചയായും അരിസ്റ്റോട്ടലിൻ്റെ ഈ അതിഭൗതിക എന്ന് നമ്മൾ അരിസ്റ്റോട്ടലിന് ശേഷം വിളിക്കുന്ന സമീപനം ഫിസിക്സിൽ നമുക്ക് പരിഹരിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഫിസിക്കലായിട്ട് ഫിസിക്സിൻ്റെയോ കെമിസ്ട്രിയുടെയോ ബയോളജിയുടെയോ ഭാഷയിൽ നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റാത്ത എന്ന് തോന്നുന്ന കാര്യങ്ങളെക്കുറിച്ചാണെങ്കിലും അവ കൂടി യഥാർത്ഥത്തിൽ ഫിസിക്സിൻ്റെ ഭാഷയിൽ, അല്ലെങ്കിൽ ഫിസിക്കലായ ഭാഷയിൽ, ഭൗതികശാസ്ത്രപരമായ ഭാഷയിൽ അവതരിപ്പിക്കാനുള്ള ശ്രമം അരിസ്റ്റോട്ടിൽ നടത്തുന്നു എന്നുകൂടി നമുക്ക് കാണാൻ പറ്റും. മറ്റ് കാര്യങ്ങൾ അടുത്ത അവതരണത്തിൽ പറയാമെന്ന പ്രതീക്ഷയിൽ ഇന്നിവിടെ ഇത് അവസാനിപ്പിക്കുകയാണ്.